ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നിങ്ങൾക്ക് സുപരിചിതമായൊരു മീനാണ്, അതായത് ചൂരമീൻ. അപ്പം നമ്മളിന്ന് മാർക്കറ്റിൽ പോയപ്പോൾ കണ്ടപ്പോൾ മേടിച്ചതാണ്. നല്ല പച്ച മീനാണ്, കണ്ടിട്ട് നല്ല പച്ചമീൻ തന്നെയാണ്. ഇനി നമുക്കിതിനെ ഒന്ന് കട്ട് ചെയ്ത് കഴുകി വൃത്തിയാക്കണം. അപ്പം നമ്മൾ ഇതേപോലെ ചെറിയ പീസാക്കിയാണ് എടുക്കുന്നത്. നമ്മൾ കഴിഞ്ഞു, കഴുകി വൃത്തിയാക്കി. ഇനി ഇതിനാവശ്യമായ കൊച്ചുള്ളി, വെളുത്തുള്ളി, തക്കാളി, പച്ചമുളക്, ഇഞ്ചി ഇതെല്ലാം ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്യണം. ഞാനിവിടെ ഒരു പച്ചമുളക് എടുത്തിട്ടുള്ളൂ, പിന്നെ ഒരു തക്കാളിയേ ഉള്ളായിരുന്നു. തക്കാളി ഒന്നേ ഉള്ളായിരുന്നു, ഒന്നോ രണ്ടോ തക്കാളി ഇടാം. ഇപ്പം നമ്മളിത് ഇവിടെ കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി ഒരു ചട്ടി അടുപ്പിൽ വെച്ച് ചൂടാക്കണം. അപ്പോൾ ഇതിനാവശ്യമായ മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടി, പിന്നെന്താ കുരുമുളക്, ഉലുവ, വെളിച്ചെണ്ണ. പിന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്ന ഇത്രയും പുളിയാണ്, ഇത് വടക്കം പുളിയാണ്. ചട്ടിയിൽ ഇച്ചിരി എണ്ണ ഒഴിച്ച് ഞാൻ ഇച്ചിരി കടുകും ഇടും. കടുകും ഉലുവായും ചേർക്കും ഞാൻ. അപ്പോൾ അത് രണ്ടും ഇങ്ങനെ പൊട്ടി വരുമ്പോഴത്തേക്കും നമ്മുടെ അരിഞ്ഞു വെച്ച ചുവന്നുള്ളി ഇടണം. ചുവന്നുള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും എല്ലാം ഇട്ട് വാട്ടണം. തക്കാളി ഇടുന്നത് ഇതൊന്ന് വഴറ്റി വരുമ്പോഴത്തേക്കുമാണ് തക്കാളി ഇടുന്നത്. അപ്പം നമ്മൾ ഇത് ചെറുതായിട്ടൊന്ന് വഴണ്ട് വരുമ്പോഴത്തേക്കും വരാറായി. കുറച്ച് കറിവേപ്പില ഇട്ടിട്ടുണ്ട് ഞാൻ. ഇനി ആ തക്കാളി ഇടണം. തക്കാളി ഇട്ടൊന്ന് വഴറ്റണം. അപ്പം നമ്മളൊരു ചട്ടി എടുത്ത്, ഒരു ചീനിച്ചട്ടി എടുത്ത് അതിനകത്ത് കുറച്ച് എണ്ണയും എടുത്ത് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും എല്ലാം ഇട്ടൊന്ന് ചൂടാക്കണം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1.5 സ്പൂൺ മുളക് പൊടിയാണ്. ഞാൻ അത്രയും മീൻ എടുത്തിട്ടില്ല, കുറച്ച് മീനേ എടുത്തിട്ടുള്ളൂ. രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ ഇച്ചിരി മഞ്ഞൾപ്പൊടി. ഇതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമ്മൾ മറ്റേ കുരുമുളക് പൊടിയാണ് എടുക്കുന്നത്. പക്ഷെ എൻ്റെ കുരുമുളകേ ഉള്ളൂ, അതുകൊണ്ട് ഞാൻ കുരുമുളകായിട്ടത്. എന്നാലും കുഴപ്പമില്ല, കുരുമുളകായാലും മതി. അപ്പം അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും ഒരു ജാറിലോട്ട് മാറ്റണം. അതിപ്പോൾ ചൂടായിട്ടുണ്ട്, അത് നമുക്കൊരു ജാറിലോട്ട് മാറ്റാം. അപ്പോൾ നമ്മൾ വടക്കം പുളി മറ്റേ വഴട്ടിയ ഇതിനകത്തിടണം. നമുക്കപ്പോൾ ഇത് ഒരു ജാറിലോട്ടിട്ട് അരച്ചെടുക്കാം. അപ്പം നമ്മൾ അരച്ച് കഴിഞ്ഞ് അതിനെ ഒരു നേരത്തെ വഴറ്റി വെച്ചിരിക്കുന്ന ആ ഉള്ളിയും തക്കാളിക്കകത്തോട്ടും ആ അരപ്പെടുത്തിടണം. അപ്പോൾ അതൊന്ന് ഇളക്കി അതിനകത്ത് കുറച്ച് വെള്ളവും കൂടി ഒഴിക്കണം. നല്ലതുപോലെ ഇളക്കണം. ആ അരപ്പും ആ വെള്ളവും എല്ലാം കൂടി നല്ലതുപോലെ ഇളക്കി, പിന്നെ ഇതിനകത്ത് കുറച്ച് ഉപ്പിടണം. പിന്നെ നമ്മൾ ഞാൻ മീൻ ഇത്രേ എടുത്തിട്ടുള്ളൂ. ആ മീൻ നമ്മളങ്ങോട്ട് ഇട്ട് അതൊന്ന് തിളയ്ക്കണം. തിളച്ച് അതിൻ്റെ ആ പുളിയും
ഉപ്പുമെല്ലാം മീനകത്ത് പിടിക്കണം. അപ്പോൾ നമ്മൾ മീനിട്ട് അത് അടച്ചു വെച്ച് കുറച്ച് നേരം വേവിക്കാം. അപ്പോൾ അത് തിളച്ച് കറിപ്പരുവമായിട്ടുണ്ട്, കുറച്ചുകൂടി ഒന്ന് പറ്റണം. അപ്പം നമ്മുടെ മുളക് കറി ഇവിടെ റെഡിയായിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ ബൈ.